നിങ്ങൾ എത്ര പേരാണ്? ഞങ്ങൾ 3 പേരാണ്. 3 പേരാണ്. ആരൊക്കെയാണ്? അനിയനും അനിയത്തിയുണ്ട്. അനിയൻ പോലീസാണ്. എവിടാണ്? ഇവിടെ അശ്വാരൂഢ സേന, ജഗതി. ജഗതി. അനിയത്തി മാവേലിക്കര ജില്ലാ കോടതിയിലാണ്. ജില്ലാ കോടതിയിലാണ്. ബാക്കിയുള്ളവർ ഗവൺമെന്റ് സർവീസ്. ബാക്കിയുള്ളവരും ഗവൺമെന്റ് സർവീസിലും, നമ്മൾ മാത്രം. വീട്ടിലെ ഒറ്റ ആളാണോ അതോ? 2 പേരാ. ബ്രദറുണ്ട്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങളാണ് വ്യത്യസ്തമായ പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്. എത്ര കുട്ടികളാണ്? 2 പേര്. 2 പേര്. ഈ 2 കുട്ടികളെന്ന് പറഞ്ഞ പ്രായ വ്യത്യാസം ഉണ്ടോ? ഒരാൾക്ക് 4 വയസ്സും ഒരാൾക്ക് 7 മാസവും. അങ്ങനെ. തൻവി മാതങ്കി. തൻവി മാതങ്കി. അല്ല, നല്ല വെറൈറ്റി നെയിം. അതുകൊണ്ടാണ്. പാട്ടൊക്കെ പാടുവോ? ഇല്ല, പാടിപ്പിക്കല്ലേ സാർ പ്ലീസ്. അങ്ങനെ പറഞ്ഞ വാശിയല്ലേ, അത് വിട്ടുകൊടുക്കരുത്. കോളേജിൽ നിന്ന് ഒരിക്കൽ ടൂർ പോയി. ഈ ഉസ്താദ് എന്ന് പറഞ്ഞ സിനിമയില് മോഹൻലാൽ പാടുന്ന പാട്ടുണ്ട്, ഈ തീർച്ചയായില്ല ജലം എന്നൊക്കെ പറഞ്ഞു. ഞാനത് ഭയങ്കര ഹിറ്റ് പാട്ടായതുകൊണ്ട് ഇതിരുന്ന് എഴുതി. അപ്പൊ നമുക്ക് ഈ വാക്ക്മാൻ ഒന്നുമില്ല, കാസറ്റിൽ ഇത് പ്ലേ ചെയ്ത് എഴുതി എടുത്തിട്ട് കൊണ്ടുപോയി സംഭവം പാടി. പിന്നെ അതിനുശേഷം ഒരു 3-4 ദിവസം ആരും എൻ്റെ അടുത്ത് മിണ്ടിയില്ല. മൈക്കോട്ടെ കൊടുക്കരുതേ എന്ന് പറയുമായിരുന്നു. പിന്നെ മഴനീർത്തുള്ളികൾ പാടുമെന്ന് പറഞ്ഞു. അത് പ്രണയിച്ച് നടക്കുന്ന സമയത്ത് മഴനീർത്തുള്ളിൽ പാടി കൊല്ലുമായിരുന്നു. ഇത് പ്രണയമായത് കാരണം കൊള്ളത്തില്ലടാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ആ സ്റ്റോറി അങ്ങനല്ല കേട്ടോ. എന്നെ കൊണ്ട് പാട്ട് പാടൂ എന്ന് പറഞ്ഞ് പാട്ട് പാടിപ്പിച്ചതാ. ഇല്ലല്ല, പാട്ട് പാടൂ. അല്ല, എനിക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് നോട്ട് വൺ കോൺഫിഡൻസിനോ എങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ 100% എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്ന ഒരാളാണ്. ഇതിൽ അങ്ങനെ ഒട്ടുവേ ഇല്ല. ഈ റോങ് നമ്പർ എന്ന പ്രോഗ്രാം വളരെ ഹിറ്റാണ് അല്ലേ? അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് അതിന്റെ ഒരു അനുഭവം? കാരണം ചീത്തവിളിയൊക്കെ കിട്ടുമോ? കിട്ടും. പക്ഷെ റോങ് നമ്പറിൽ ഇരിക്കുമ്പോൾ ചീത്തവിളി കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നൂല. കാരണം റോങ് നമ്പർ ഏറ്റു, ഞങ്ങൾ നന്നായിട്ട് പറ്റിച്ചു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നല്ലപോലെ, കാരണം എനിക്ക് കിട്ടിയ ട്രെയിനിങ് അങ്ങനെയാണ് സാർ. ഇപ്പോൾ രാജേഷ്, ഷിഫിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് റോങ് നമ്പർ, നമ്മളെക്കാളും നന്നായിട്ട് കോമഡിയൊക്കെ ചെയ്യുന്ന ചേട്ടന്മാരുണ്ടായിരുന്നു, മിമിക്രി ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. അന്ന് പക്ഷെ വീഡിയോ ഇല്ലായിരുന്നു. ഭാഗ്യവശാൽ എൻ്റെ ടൈമിലാണ് വീഡിയോ അങ്ങനെ പോപ്പുലർ ആയത്. അതായത് ഇവരുടെ ശിക്ഷണത്തിൽ ഇവരിൽ നിന്ന് ഊറ്റിയെടുത്ത കുറച്ച് തമാശകളും പിന്നെ എൻ്റെതായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളും വെച്ച് ചെയ്തു തുടങ്ങിയതാണ്. ചീത്ത കേൾക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല, സന്തോഷം തോന്നും. റോങ് നമ്പർ 8 എന്ന് തോന്നുന്നു. വെളിയിൽ വെച്ച് ഇതുപോലെ എനിക്ക് നല്ല രീതിയിൽ അടി കിട്ടേണ്ട ഒരു സംഭവം ഉണ്ടായി. എന്താണ് സാർ? അതായത് ഇതുപോലൊരു റേഡിയോ, വേറൊന്നുമല്ല, ഹിറ്റ് FM, ദുബായിൽ പോയി. അപ്പം വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ, കോട്ടയം നസീർ, 3-4 പേരേ ഉള്ളൂ. പിന്നെ 3-4 ഓർക്കസ്ട്ര. അപ്പം അവിടെ ചെന്ന് അല്ലാസർ ലഷ്ലാൻഡ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് പ്രോഗ്രാം. അവിടെ ചെല്ലുന്ന എല്ലാവരെയും ഇവര് വിളിച്ചിട്ട് ഒരു ഇന്റർവ്യൂ നടത്തും. നാളെയാണ് ഷോ, അപ്പം നാളെ എല്ലാവരും വരണം. അപ്പം ആ രീതിക്ക് ഒരു ഇന്റർവ്യൂ. അപ്പം നമ്മൾ 2 വരി പാട്ട് പാടി കൊടുക്കും. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഈ ഫോൺ വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. അപ്പം എനിക്ക് തോന്നുന്നു ഞാനും കോട്ടയം നസീർ ആയിരുന്നു അന്ന് ഒരുമിച്ചിരുന്ന്. അപ്പം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സ്പോൺസർ വന്നു. സ്പോൺസറുടെ പേരൊന്നും പറയുന്നില്ല. പുള്ളി വന്നിട്ട് പറഞ്ഞു, ഇതുവരെ ഷോയ്ക്ക് ടിക്കറ്റ് ഒന്നും വലുതായിട്ട് പോയിട്ടില്ല, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് നല്ല രീതിയിൽ പറഞ്ഞ് ഒന്ന് റെഡിയാക്കി തരണമെന്ന്. നമ്മൾ പറഞ്ഞു പിന്നെന്താ ചെയ്യാമല്ലോ, നമ്മൾ ഒന്നുകൂടെ മുഴിപ്പിക്കാമെന്ന്. അങ്ങനെ ഞാൻ നസീറിൻ്റെ അടുത്ത് പറയുന്നു, നസീർ ഒരു കാര്യം ചെയ്യും, മോഹൻലാലിൻ്റെ സൗണ്ട് എടുക്കുക. അപ്പം അവിടെ വിളിച്ച ഒരാൾ ചോദിച്ചു, നമസ്കാരം നസീറൊക്കെ എന്തൊക്കെയുണ്ട്, സുഖമാണോ? സുഖമാണ്, നിങ്ങൾ ആരൊക്കെയുണ്ട്? അപ്പം മോഹൻലാലുണ്ട്. ലാലേട്ടനുണ്ടോ എന്ന് പറഞ്ഞു. ലാലേട്ടൻ അടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഒന്ന് കൊടുക്കാമോ? ലാലേട്ടൻ്റെ അടുത്ത് കൊടുക്കുന്നു. അദ്ദേഹം തന്നെ ലാലേട്ടനായിട്ട് സംസാരിക്കുന്നു. ഭയങ്കര സന്തോഷം എന്ന് വേണ്ട. അപ്പോൾ പിന്നെ ഫോൺ കോൾ കൂടി, പടപടപടപടാന്ന് പിന്നെ നിൽക്കാതെ ഫോൺ കോളാണ്. പിന്നെ അടുത്ത ഫോൺ കോൾ വന്നപ്പോഴത്തേക്ക് പിന്നെ വേറെ ആരൊക്കെ ഉണ്ട്, അടുത്ത വേറെ കുറേ പേര്. ഉടനെ മാമുക്കോയുണ്ട്. മാമുക്കോയുണ്ടാ? ഓ ശരി എന്ന് പറഞ്ഞു. ഉടനെ മാമുക്കോയുടെ ശബ്ദത്തിൽ നമ്മുടെ നസീർ, കോട്ടയം നസീർ. അങ്ങനെ ഒരുവിധം ഒരു 5-6 ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ജാമായി. കാരണം ഈ കോൾസ് വന്നിട്ട് നേരെ കോൾസും ജാമാവുമല്ലോ. മാത്രമല്ല പിറ്റേ ദിവസം ഹൗസ്ഫുള്ളാണ്. പക്ഷെ വേറൊരു കാര്യം, ഞാൻ പറഞ്ഞു ഞാൻ കയറില്ല. ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റേജിൽ കയറുന്ന പ്രശ്നമേ ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ഇത്രയും പേരെ കാണാൻ വന്നിരിക്കുകയല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ നസീർ ആദ്യമായിട്ട് കയറിയിട്ട് പുള്ളി പറഞ്ഞ് ഞാനിങ്ങനെ ക്ഷമാപണം ചോദിക്കുകയാണ്. കാരണം ഞാൻ മോഹൻലാലും
മാമുക്കോയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ വെറുതെ ഒരു തമാശയായിട്ട് പറഞ്ഞതാണ്. അപ്പോഴത്തേക്ക് കൂവലും ബോളും ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കയറി ഞാൻ 2-3 പാട്ട് വെച്ചങ്ങ് കയറിയപ്പം ഒരുവിധം സമാധാനമായി. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു മിമിക്രി, ഒരു കിടിലൻ ഒരു ഐറ്റം ആയിരുന്നു അത്. വന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം കൊണ്ട് താത്തി നമ്മളൊരു സ്പോൺസറും രക്ഷപ്പെട്ടു. അങ്ങനെയുള്ള റോങ് നമ്പർ കളി പണ്ട് ഞാൻ കളിച്ചു. നമുക്ക് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്, കുക്കിങ്ങിന്റെ വരുന്നുണ്ട്, എക്സസൈസ് ഉണ്ട്, പിന്നെ പല രീതിയിലുള്ള വീഡിയോസും വരുന്നുണ്ട്. അതില് ഞാൻ ചെയ്തിട്ടുമുണ്ട് എക്സസൈസിന്റെ വീഡിയോ. അതൊക്കെ സത്യമാണോ? സത്യം. കാരണം കുക്കിങ്ങിന്റെ വീഡിയോ ചെയ്തു അല്ലേ? എന്ത് പറയുന്നു? ചെയ്യുന്നുണ്ട്, അവള് ചെയ്യുന്ന അത്ര ഒറിജിനല. അതായത് അവള് തന്നെ വെള്ളം ഒഴിച്ചൊക്കെ ചെയ്യുന്ന, പക്ഷെ വായിക്കാതെ കഴിക്കാൻ കൊള്ളില്ലെന്നേ ഉള്ളല്ലേ ചില സമയത്ത് കേട്ടോ. അല്ല വലിയ ചില സമയങ്ങളിൽ ഒത്തു എപ്പോഴും 6 അടിക്കുന്നില്ലല്ലോ. എന്ന് വെച്ചാ അങ്ങനെയൊക്കെ പറയാം. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങള് ഇപ്പൊ തണുത്ത് കഴിഞ്ഞാല് വലിയ പാടാ, ചൂടോടെ കഴിക്കണം. പക്ഷെ അത് ചൂടോടെ ഏത് കഴിച്ചാലും ഓക്കെയാ. അല്ല ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഇച്ചിരി ഉപ്പും മുളകും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ.